ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കോളർ ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇത് വിശദമായി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലെങ്ത് ആയത്. അപ്പം നമുക്ക് എങ്ങനെയെന്നുള്ളത് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ് കേട്ടോ. മുക്കാൽ കൈയാണ് എടുത്തിരിക്കുന്നത്. എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽക്കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ തേര് വശം വെച്ചിട്ടല്ല, നമ്മൾ ഇത് സൈഡ് വശം വെച്ചിട്ടാണ് നമ്മൾ കയ്യിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ തേര് വശം വെച്ചിട്ടാണ് മിക്കവാറും എടുക്കൽ. ഇത് നേരെ തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 34 സൈസുള്ള ബ്ലൗസാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ 34 സ്റ്റിച്ചിൻ്റെ 4 ഭാഗം എടുത്തിട്ട് അതിൻ്റെ വണ്ണത്ത് കൂടെ ഒരു 1.5 ഇഞ്ച്, 2 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ചും 3.5 ഇഞ്ച് അധികം എടുത്തിട്ട് അടിക്കുക. അപ്പോൾ ലെങ്ത്ത് നമ്മൾ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ 2.25, 3 എടുക്കാം കേട്ടോ. കോളറിൻ്റെ അളവ് നമ്മൾ നെക്കിൻ്റെ അളവ് 2.25 എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ഒരു 6.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് അതിനൊന്ന് കഴുത്തൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം. നമ്മൾ ആ 3 ഇഞ്ചാണ് അതിൻ്റെ ആ കോളർ വരുന്നത്. ഫ്രണ്ടിലേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന കോളറാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ അളവ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 8 ഇഞ്ച്. അപ്പോൾ 8 ഇഞ്ച് തന്നെ നമ്മൾ എടുക്കുക കേട്ടോ. ആ തയ്യൽ തുമ്പും കൂടി ആവുമ്പോൾ കോളർ നമുക്ക് പാകത്തിനുള്ളതാവും. നമ്മൾ എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പിൻ്റെ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിനൊന്ന് 3/4 ഇഞ്ച് രീതിയിലൊന്ന് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഹാം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് 3/4 ഇഞ്ച് ഒന്ന് ചെരിച്ച് ഇരിക്കുക. പിന്നെ നമ്മൾ 8 ഇഞ്ചിന് ചിലപ്പോൾ ചിലർ 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. കൈക്കൂലി കാരണം ഒന്നും കൂടി ടൈറ്റായി നിന്നോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചതുരത്തിൽ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് ഒരു എൽ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം നമുക്കൊന്നും അറിയാം, ഫ്രണ്ടിലേക്ക് ഒന്നും കൂടി കുഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ സാധാ ബ്ലൗസ് തയ്ക്കുന്ന മാതിരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 മടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം തടിയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ 3 ഇഞ്ച് മതി. നമുക്ക് വണ്ണമുള്ള സൈസൊക്കെ ആണെന്ന് വെച്ചാൽ 3.5 ഇഞ്ച് കൊടുത്താൽ. പിന്നെ നമ്മൾ 1.25 ഇഞ്ച് അളവ് കപ്പിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് സൈഡ് അതായിരുന്നു 2.5 ഇഞ്ച് വിട്ടിട്ട് 3.5 ഇഞ്ച് ഇതും. അപ്പോൾ അങ്ങനെ 4 വീതം വെച്ചിട്ട് അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊന്ന് വെട്ടി എടുക്കാം. ഓരോ ഭാഗങ്ങളും നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഇത്ര അളവുണ്ടാവുകൊണ്ട് അത്ര വേണ്ട, അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്യുക. നമ്മൾ ആ കൈ വെട്ടിയതിന് ശേഷം ബാക്കിയുള്ള തുണിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 ഒപ്പം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ 2 ഫ്രണ്ടിൻ്റെ വശം വരുന്നത് ഒന്ന് കുഴിച്ച് ഭാഗം വെട്ടി കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കിൻ്റെ അളവ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ആ അതിൽ പ്രകാരം ഫ്രണ്ടിനൊക്കെ ഒന്ന് വളച്ച് ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. ബാക്കിലേക്ക് നമുക്ക് അങ്ങനെ അതേ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കും ആ ലെങ്ത്തൊക്കെ അതേ അളവിൽ തന്നെ. എന്നിട്ട് നമ്മൾ ആ ഓരോ ടക്ക് പോയിൻറ്റുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്താ പറയുക, 2 ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആ ഒരു വിരൽ വെച്ച് പോയിൻ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ തുടർന്ന് ഇതുപോലെ തന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കണ്ടോ, നമ്മൾ ബാക്കിലേക്ക് 1/2 ഇഞ്ചാണ് ശരിക്കും കുഴിച്ച് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് കുഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ ഈ കഴുത്തിനോട് ചേർന്ന് ആ കോളർ ചേർന്ന് നിൽക്കും. ഞാൻ 1 ഇഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാനിത് 1 ഇഞ്ച് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ചാകുമ്പോൾ തയ്യൽത്തും കൂടി ആകുമ്പോൾ 1.5 ഇഞ്ചാകും. അപ്പോൾ ഒന്നും കൂടി പുറകേക്ക് കയറി വെക്കും. അപ്പോൾ ശരിക്കും 1/2 ഇഞ്ചേ വേണ്ടുള്ളൂ. ഞാനപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനോ 1 ഇഞ്ചിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ കഴുത്തിലേക്ക് വല്ല ടൈറ്റായിട്ട് നിൽക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ 1 ഇഞ്ച് യൂസ് ചെയ്തത്. ഇത് യൂണിഫോമായിട്ട് അടിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. കഴുത്തിലേക്ക് വല്ലാതെ കയറി കിടക്കണ്ട പറഞ്ഞിട്ടേ. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്ക് അളവ് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് എത്ര, ആ ലെങ്ത്തൊക്കെ നമ്മൾ ആദ്യം എടുക്കൊണ്ട് അതേ ലെങ്ത്ത് തന്നെ നമുക്ക് വേണ്ടുള്ളൂ. പ്രത്യേകിച്ച് അതിലൊരു അളവ് ഒന്നും വേണ്ട. അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടിങ് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അതൊന്നും കൂടി കാണുക കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ തുണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോളിസ്റ്റർ തുണിയാണ്. അപ്പോൾ അതിനൊക്കെ ലൈനിങ്ങൊക്കെ ഒന്ന് വെച്ചിട്ട് ഫ്രണ്ടിലൊന്ന് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ ലൈനിങ് വെച്ചിട്ട് മടക്കിയിട്ടുണ്ട്. കോളർ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ലൈനിങ് നെക്കിൽ കൂടെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ ഉൾപ്പെടുത്തുക വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരും. അതുകൊണ്ടാണ് ആ ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ സാധാ ലൈനിങ് വെച്ച മാതിരി മടക്കി അടിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ ടക്ക് പോയിൻറ്റുകളെല്ലാം ഒന്ന് അതേമാതിരി അടിച്ചു കൊടുക്കുക കേട്ടോ. അരയിഞ്ച് വ്യത്യാസത്തിനാണ് നമ്മൾ രണ്ട് സൈഡിലും എടുത്തിരിക്കുന്നത്. മറ്റേ ഫ്രണ്ടിൽ സെൻറ്ററിൽ 1.25 ഇഞ്ച് വെച്ചിട്ടും അങ്ങനെ നമ്മളെല്ലാം ആ ഒരു രണ്ട് സൈഡും ഒരേമാതിരി തയ്ച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ആ ഒരു ടക്കിന് അടയാളം ഇട്ടുകൊണ്ട് രണ്ട് സൈഡും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരേ അളവിലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ആ ഒരേ ഒരു അടയാളമൊക്കെ കൊടുത്ത് ചെയ്യണത്. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഇടണം കേട്ടോ. നമ്മൾ തുടക്കക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ പട്ട വെക്കുന്ന വീഡിയോ നമ്മൾ ആ പട്ടയ്ക്ക് കണ്ടില്ല, ആദ്യം നമ്മൾ ലൈനിങ് വെട്ടിയില്ല, ആ ലൈനിങ്ങിൽ കൂടെ അതേമാതിരി ഒരു 3 പീസും കൂടി എടുത്തിട്ട് ഒന്ന് മറിച്ചെടുത്തിട്ട് അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് റെഡിയായി കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് വശത്തെ ആ ഒരു ഭാഗം ശരിയായി കണ്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ. നമ്മൾ രണ്ടടിയൊക്കെ അടിക്കുക കേട്ടോ. ഒരൊറ്റ അടിയുമിലൊന്നും നിർത്തരുത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവെച്ചാലും ജാക്കറ്റുകൾക്കൊക്കെ പ്രത്യേകിച്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും ഈ 2 അടി തന്നെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ കുളത്ത് വെക്കുന്ന പീസ് കേട്ടോ, 1.25 ഇഞ്ച് കുളത്ത് വെക്കുന്ന പീസ് വയ്ക്കുക. ആ കുളത്ത് വെക്കുന്ന പീസ് വെച്ചതിന് ശേഷം അതൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ബീഡ്സ് വർക്കിൻ്റെയും നെക്ക് ഡിസൈനും ഒക്കെ അങ്ങനെയുള്ള സ്ട്രൈറ്റ് പാൻറ്റ് അങ്ങനെ ഓരോന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് നിങ്ങളതൊന്ന് ഒക്കെ ഒന്ന് നോക്കി കാണുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മൾ അതിനുള്ള മറുപടി ഇടുന്നതായിരിക്കും. എന്നതിന് ശേഷം നമ്മളത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ആ ഒരു പോയിൻ്റ് ഫ്രണ്ടിലേക്കുള്ള വശം പുറമേ നിന്ന് ഉള്ളിലേക്കാണ് മറിച്ച് കൊടുക്കേണ്ടത്. ആ സ്ഥാനത്ത് നമ്മൾ കുളത്ത് വെക്കുന്ന ഭാഗത്ത് നേരെ ഇതും നമ്മൾ ഷോൾഡർ ഒന്ന് ഫ്രണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടോ. 2 ഷോൾഡറിൻ്റെ ഫ്രണ്ട് ആ ഒരു ഭാഗം ഷോൾഡർ ഭാഗം വെച്ച് കൊടുക്കുക. ആ കുളത്ത് വെക്കണത് പട്ട കുളത്ത് വെക്കണത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതിനൊരു 2 ഇഞ്ച് തുണിയൊക്കെ എടുത്താൽ മതി കേട്ടോ. 2 ഇഞ്ച് അളവിലുള്ള ഒരു വീതിയുള്ളൊരു പീസ് എടുത്തിട്ട് നമ്മൾ അത് വയ്ക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളത് ഉള്ളിലെ വശം വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് വയ്ക്കുക കേട്ടോ. അതായത് നമ്മൾ എന്നാൽ നമുക്ക് കറക്റ്റ് ആ ഫ്രണ്ടിലത്തെ ആ 2 ലൈൻ അടിയൊക്കെ വൃത്തിയായി കിട്ടും. ചിലർ ഫ്രണ്ടിലേക്ക് നിന്ന് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അത് ആ സ്റ്റിച്ചിങ്ങൊക്കെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വയ്ക്കേണ്ടത് കേട്ടോ. അതായത് ഉള്ളിലെ ലൈനിങ് വെച്ചതിന് ശേഷം ആ ഒരു പീസ് എടുത്തിട്ട് അതിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഓരോ പോയിൻറ്റുകൾ ഇടുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അതിന് ഇത്ര അകലം വെച്ചിട്ട് 5 കുളത്തോ 4 കുളത്തോ വയ്ക്കുന്നത് വെച്ചാൽ ആ 4 കുളത്തിൻ്റെ തുല്യ അകലത്തിൽ ഓരോ വര ഇട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. നമ്മൾ എന്നിട്ട് ഞാൻ വള്ളിയല്ല കേട്ടോ വയ്ക്കൽ, ഞാൻ വള്ളി എനിക്ക് പകരം ഇങ്ങനെ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വി പോലെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക. കുളത്താണെന്ന് എന്താ പറയുക, വേഗം പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യും. അതുമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയമൊക്കെ നമുക്കത് വേസ്റ്റാണ്. അപ്പോൾ ഇത് കയ്യോടെ അത് ആ ഒരു കുളത്തിൻ്റെ പണി നമുക്ക് കഴിഞ്ഞ് കിട്ടും, വള്ളിയുടെ പണിയും കഴിഞ്ഞ് കിട്ടും. എന്നിട്ട് ഉള്ളിലേക്ക് ഒരു ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് ആ ഒരു വി പോലെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അടിച്ചു കൊടുക്കുക. നമ്മളിതിൻ്റെ ഒരു ഫ്രണ്ട് വശത്തേക്ക് ആ ഒരു ഉള്ളിലേക്ക് കൊടുക്കുക. കാരണം അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പട്ട വയ്ക്കുന്ന ഭാഗത്ത് നിങ്ങൾ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുക. അപ്പോൾ ആ ഷോൾഡർ യോജിപ്പിക്കണമൊക്കെ 2 അടി തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചെരിച്ചിട്ട് നമുക്കറിയാലോ 1/4 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. ചിലർ 1 ഇഞ്ച് കൊടുക്കും. 1 ഇഞ്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൊടുത്താൽ മതി. അതന്നെ ധാരാളമാവും. 1 ഇഞ്ചൊന്നും കൊടുക്കണ്ട കേട്ടോ.
അപ്പം നമ്മൾ ഷോൾഡർ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അടിയിൽ ഉള്ള ആ ഒരു ബാക്ക് വശത്തെ അടിവശത്തേക്ക് അപ്പോൾ 14 ഇഞ്ച് അളന്ന് നോക്കുക. നിങ്ങൾ ആ അടിക്കുമ്പോൾ തന്നെ അടയാളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ തന്നെ ആ അടയാളം വെച്ചാൽ മതി. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികൊന്ന് മടക്കി അടിക്കുക. മടക്കി അടിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മളതിന് 1 ഇഞ്ചും കൂടി നമ്മൾ അടയാളം ഇട്ടിട്ടില്ലേ, ആ അടയാളം ഇട്ടതിൻ്റെ ആ ഒരു അളവിലും കൂടി ഒന്നും കൂടി മടക്കി അടിക്കുക. ബാക്കിലൊക്കെ അത്രയേ ഉള്ളൂ പണി കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഒരു 2 ഭാഗമായിട്ടൊക്കെ കട്ട് ചെയ്യണ ഭാഗങ്ങളുണ്ട്. ഇത് ഒറ്റ ഭാഗം കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരൊറ്റ കട്ടിങ്ങിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്താം. ഫ്രണ്ട് ഭാഗം വേറെ, ബാക്ക് ഭാഗം വേറെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടെക്ക് പോയിൻ്റ് അടയാളപ്പെടുത്താം കേട്ടോ. 4 ഇഞ്ചാണ് നമ്മൾ ടെക്ക് പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ചും കേട്ടോ നീളം നമുക്കൊരു 4 ഇഞ്ച്. ഞങ്ങളൊക്കെ ഡെയിലി അടിക്കുകൊണ്ട് നമുക്ക് അതിൻ്റെ അടയാളത്തിന് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് അടിച്ചു പോകാൻ വയ്ക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാട്ടോ. നമ്മൾ ഈ അടിക്കുന്നതും ഡിസൈനുകൾ ഇടുന്നതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ വേസ്റ്റ് വണ്ണം എത്രയാണോ, ഒരാളുടെ വേസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം കേട്ടോ. 4/1 ഭാഗത്തിലേക്ക് ഫ്രണ്ടിലേക്ക് വേറെയും ബാക്കിലേക്ക് വേറെയാണ്. ബാക്കിലെ ഭാഗത്ത് കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ അളവിൽ കൂടെ 4.5 ഒരു ഭാഗത്തിൽ കൂടെ ആ ഒരു 1 ഇഞ്ച് കുറച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അളവെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൈക്കുഴിയുടെ അളവൊക്കെ കറക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. മൊത്തം 4/1 ഭാഗം എത്രയാണ്, ഇപ്പോൾ മൊത്തം ഒരു 34 സൈസാണെന്ന് വെച്ചാൽ 17 പകുതി 8.5. അപ്പോൾ ആ 8.5 കൂടെ പ്ലസ് 1.5 കൂടി 1 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 9.5. നമ്മൾ ഫ്രണ്ട് വശത്തേക്കാണെന്ന് വെച്ചാൽ അതിൽ കൂടെ 1 ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ 8.5 7.5 അങ്ങനെ അളവെടുക്കുക കേട്ടോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനാണ് ഇതൊന്ന് പറഞ്ഞു തരുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ കണ്ടോ ആ ഫ്രണ്ട് കൈക്കുഴിയൊക്കെ ഹാം ഹോളിൻ്റെ വശത്തെ കൈക്കുഴിയൊക്കെ കണ്ടോ കറക്റ്റായി വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പണിയോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്ലീവ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ തേര് വശത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ്, അത് കാരണം വീതി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിൽ ഹാം ഹോളിൻ്റെ അത്ര ആ കഷിൻ്റെ ഭാഗത്തേക്ക് തികയില്ല. അപ്പോൾ നമ്മൾ ആ കഷിൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാ ഒരു പീസൊക്കെ വെച്ച് തയ്ക്കേണ്ടി വരും. അപ്പം നമ്മളത് എത്രയാണ് ഹാം ഹോളിൻ്റെ അളവ്, അപ്പോൾ അത്രയും ആ ഒരു അളവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ ഒരു പീസും കൂടി വെച്ച് തയ്ക്കേണ്ടി വരും. നമ്മൾ തേര് വശം വയ്ക്കുക വെച്ചാൽ നമുക്ക് 1 മീറ്റർ തുണി കൊണ്ട് നമുക്ക് പിന്നെയും തികയും. ഇത് ലെങ്ത്തുള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ആ ഒരു ഭാഗത്തെ ഫ്രണ്ടിലേക്കുള്ള അടിക്കുക. എന്നിട്ട് നമ്മളൊന്ന് അതിൻ്റെ മേലടി കൊടുക്കുക. കണ്ടോ ആ ഒരു മേലടി കൊടുക്കണം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ നമ്മൾ കയ്യിൽ അടി അധികം ഉണ്ടാവില്ല താഴ്വശത്തേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലുള്ള അടി കൊടുത്തതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ കറക്റ്റായിട്ട് എന്നിട്ട് അതിൻ്റെ 4 വശവും ലൈനിങ് വെച്ച് യോജിപ്പിക്കുക. അതുപോലെ മറ്റേ സ്ലീവും കറക്റ്റായി ചെയ്യുക കേട്ടോ. കണ്ടോ അപ്പോൾ എത്രയാണോ നമ്മൾ ആ ഒരു അളവ് അളന്ന് നോക്കുക. അളന്നിട്ട് അതിൻ്റെ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് ഇത്തിരി കൂടി തുണി തയ്ഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു തുണി നമ്മൾ ഏച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഹാം ഹോളിൻ്റെ അളവിൽ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു പീസും കൂടി വെച്ച് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹാം ഹോളിൻ്റെ അളവിൻ്റെ അവിടെ നമുക്ക് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു തയ്യൽ തുമ്പ് തികയാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് കാരണമാണ് നമ്മളവിടെ ഒരു പീസും കൂടി വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നത്. എന്നതിന് ശേഷം അതിൻ്റെ ആ തയ്യൽ തുമ്പൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഭാഗമൊക്കെ അളന്ന് 2 ഒപ്പം വെച്ച് അതിൻ്റെ ആ ഒരു ഒന്നും കൂടി നമുക്ക് അതിൻ്റെ ഒന്ന് വളച്ച് വെട്ടാനുണ്ട്. എന്നിട്ട് ശേഷം അളവ് നോക്കുക കേട്ടോ. അളവ് നോക്കിയതിന് ശേഷം നമ്മൾ എത്രയാണോ ഒത്തിരി അധികമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അധിക ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് വളച്ച് അടിച്ചു കൊടുക്കുക. നമ്മൾ കാംകോൾ എടുക്കുമ്പോൾ നമ്മൾ ആ സ്ക്വയറായിട്ട് എടുക്കുക വെച്ചാൽ അതിൻ്റെ ആ ഒരു താഴത്തുള്ള വശത്തേക്ക് ഒരു 3.5 ഇഞ്ച് അകലത്തേക്ക് നിങ്ങളൊന്നിങ്ങനെ റികളായത് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വളവൊക്കെ കറക്റ്റായി കിട്ടും. ഇതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ ആ ഉൾവശത്തേക്ക് ഫ്രണ്ട് വശത്തേക്ക് 2ഉം ഉള്ളിലത്തെ പീസ് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്രണ്ട് പീസ് വരും. അതൊരു 1/4 ഇഞ്ച് നമുക്കൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഭാഗത്ത് ആ ചുളിവൊന്നും ഇല്ലാതെ ഇരിക്കാനാണ്. അതിന് ശേഷം നമ്മൾ ആ ഒരു ബ്ലൗസിൽ യോജിപ്പിക്കുക കേട്ടോ.
സ്ലീവ് യോജിപ്പിക്കുക. സ്ലീവ് യോജിപ്പിക്കുമ്പോൾ സെൻറ്റർ മാറിപ്പോവരുത്. നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് കറക്റ്റ് പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇപ്പുറത്തെ സൈഡിൻ്റെ വക്ക് വരെ നീട്ടി പിടിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് മാറിയത്. സെൻറ്റർ പോയിൻ്റ് മാറിക്കഴിഞ്ഞാൽ ബ്ലൗസ് തിരിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ബ്ലൗസ് കൊണ്ട് തിരിയാത്ത രീതിയിലുള്ളതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് തന്നെ വരണം. അത് നിങ്ങൾ ഒരു പ്രാവശ്യം തെറ്റിയെന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ടായാലും അത് അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ ബ്ലൗസുകൾ 2 സ്ലീവും അതുപോലെ തയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ വണ്ണം എത്രയാണെന്ന് നോക്കുക. സ്ലീവിൻ്റെ വണ്ണം ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ 4.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ആ ഒരു താഴെ വരെ വേസ്റ്റ് വരെ ഒരേമാതിരി ഹാം ഹോളിൻ്റെ അളവ് നമ്മളൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ 8.5 ഇഞ്ചാ 9 ഇഞ്ചാന്ന് വെച്ചാൽ ആ ഹാം ഹോളിൻ്റെ അളവിൻ്റെ അവിടെ ഒരു പോയിൻ്റ് വയ്ക്കുക. അതിന് ശേഷം നേരെ തയ്ച്ചിട്ട് ആ താഴെ വേസ്റ്റിൻ്റെ താഴെ വരെ വശം അടിച്ച് പറ്റില്ല. നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ അടയാളപ്പെടുത്തി അതുവരെ ഒരു 2 or 3 പ്രാവശ്യം തയ്ച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാ നമുക്ക് ആവശ്യത്തിനാണെച്ചാലും 1 or 2 അടി അടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ പുറമേക്ക് ഒരാൾക്കൊക്കെ കൊടുക്കുക വെച്ചാൽ 3 അടി 4 അടി, കാരണം അവർ വണ്ണം കൂടുക കുറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കോളറിൻ്റെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഹൈനെക്ക് കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കോളറിൻ്റെ എത്രയാണോ അകലെന്ന് നമ്മൾ കൃത്യമായി അളന്നെടുക്കുക കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം തെറ്റിച്ചാലും രണ്ടാമത് അതിനൊന്ന് വലിച്ച് കറക്റ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സെൻറ്റർ ഇത് 2ആയി മടക്കിയിട്ട് നമുക്ക് അങ്ങനെ അളവെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അളവെടുത്തിട്ട് ആ ഒരു എത്രയാണോ അളവ് വരുന്നത് നോക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിലേക്കും കൂടിയും ചേർന്നിട്ടുള്ള നെക്കാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പം നമ്മൾ സാധാ ഷർട്ടിൻ്റെ ക്യാൻവാസാണ് കേട്ടോ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷർട്ടുകളൊക്കെ തയ്ക്കുന്നത് കണ്ടില്ലേ, നമ്മളിതിൻ്റെ മുന്നേ ഡ്രസ് കോഡ്, പൂരത്തിൻ്റെ ഡ്രസ് കോഡിൻ്റെയൊക്കെ ഷർട്ട് തയ്ച്ചായിരുന്നു. അപ്പോൾ നമ്മളിത് വെട്ടിയിട്ടാണ് ചെയ്യൽ. ഇതിങ്ങനെ നമുക്ക് വെട്ടിയ പീസിന് 1 ഇഞ്ചായിട്ടോ 1.5 ഇഞ്ചിൻ്റെ വേറെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ടില്ല, നമ്മളിതിൻ്റെ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചതുരത്തിലുള്ളതാണ്. നമ്മളിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനെ കൊളർ വയ്ക്കുക എന്നുള്ളതാണ് കാണിച്ചത്. ഇതിൻ്റെ അല്ലാതെ നമുക്ക് റൗണ്ട് ചെയ്തിട്ടും നമ്മൾ നെക്കിൻ്റെ അളവ് എടുക്കാം കേട്ടോ. ആദ്യം നിങ്ങളിത് ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. ഒറ്റയടിക്ക് നിങ്ങൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അളവുകളൊക്കെ മാറ്റം വരും. അപ്പോൾ ഞാനിത് സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം വെറ്റുമ്പോൾ ഒരു 4 ഇഞ്ച് മേലേക്ക് കയറ്റി കൊടുക്കുക. അതായത് കോളറിൻ്റെ 2 അറ്റവശത്തേക്ക് വരില്ല, ആ ഭാഗത്ത് 4 ഇഞ്ച് ഒന്ന് മേലേക്ക് കയറ്റിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുക. അതിന് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ചിട്ട് അയൺ ചെയ്തിട്ട് നമ്മൾ ആ തുണിയിൽ യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ആ തുണി ഒരു പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിടാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നൂർന്ന് നിൽക്കണ ആ കോളറായിട്ട് മാറും. കണ്ടോ, ഇപ്പോൾ പോളിസ്റ്റർ തുണിയാണ്. അപ്പോൾ നമുക്ക് കോട്ടനൊക്കെ ആണെന്ന് ഒന്ന് വലിച്ച് പിടിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇത് പോളിസ്റ്റർ ആവുകൊണ്ട് നമുക്കൊന്ന് അവിടെ നിന്ന് തയ്ച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ കോളറിനാണ് എല്ലാവർക്കും തെറ്റാറ് കേട്ടോ. കോളർ തെറ്റാതെ ചെയ്യാൻ നോക്കണം. നമ്മൾ ആ റൗണ്ട് ചെയ്ത കോളറൊക്കെ ആകുമ്പോൾ എന്നറിയോ, കഴുത്തിൻ്റെ അകലം കുറഞ്ഞാൽ അത് നേരെ സ്ട്രൈറ്റായിട്ട് കിടക്കില്ല. അപ്പോൾ അത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കഴുത്തിൻ്റെ ആ ഒരു മുകളിലേക്ക് കയറി കിടക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ആ ഒരു റൗണ്ട് ഇതിൻ്റെ രീതിയിലുള്ളത് നമ്മൾ പിന്നീട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കോളർ എങ്ങനെ വെട്ടാന്നുള്ളത് റൗണ്ട് ചെയ്ത് കുഴിച്ചിട്ടുള്ളത്, നമുക്ക് സാധാ നെക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ടുള്ളതില്ലേ, ആ ഒരു ഇതിൻ്റെത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ കോളർ കറക്റ്റ് ആ അളവിൽ തുന്നി പിടിപ്പിക്കുക. ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം. അപ്പം നമുക്കൊന്നും കൂടിയും ഒന്ന് കഴുത്ത് പെർഫെക്റ്റായി കിടക്കും. ഇതാണ് ഒരു 2 or 3 അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോളർ റെഡിയാവും. ഞാനിവിടെ 4 അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുകളിൽ 2ഉം താഴെ 2 അടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കോളർ ഫിനിഷിംഗ് ആയി കിടക്കണം. നോക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ ഈ കോളർ അടിച്ച് വെച്ചിട്ടുള്ള ബ്ലൗസ് തയ്ച്ചത്? നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ ഇടുമ്പോൾ ഉള്ള ബ്ലൗസ്.